ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹോം ഡെക്കോർ ഷോപ്പിലാണ്. ഹോം ഡെക്കോർ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കമ്പനിയാണ്. ആക്ച്വലി ഇതൊരു ഈജിപ്ത് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു ഔട്ട്ലെറ്റാണിത്. ഇവിടെ ഒരുപാട് യുണീക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ഇവരുടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഇവരിവിടെ കേർട്ടൻസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസ്ഡ് സോഫ ചെയ്യുന്നുണ്ട്, വാൾ ഡെക്കോർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റിങ്ങുകൾ, ഫ്ലവർ വേസുകൾ, അതുപോലെ ബെഡ്, ഒരുവിധം എല്ലാ ഒരു വീടിന് വേണ്ട, വീട് അലങ്കരിക്കാൻ വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവരുടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങളാണ്. അത് ഭൂരിഭാഗവും വരുന്നത് ഈജിപ്തിൽ നിന്നാണ്. പിന്നെ ഇവർക്ക് സൗദി അറേബ്യയിൽ ഇവിടെ റിയാദിൽ ഫാക്ടറി ഉണ്ട്. ഈ സ്റ്റോറ് ചെറിയൊരു സ്റ്റോറാണ്, പക്ഷേ ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ട്സും വളരെ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിവിടെ സ്കൾപ്ചേഴ്സ് ആയിക്കോട്ടെ, ഇവർ ഈ സ്കൾപ്ചർ ഡിസ്പ്ലേ ചെയ്ത ഒരു ടേബിൾ വരെ അങ്ങനെയാണ്. ഈ ഒരു ടേബിൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഹാൻഡ് മെയ്ഡാണ്. ഈ ടേബിൾ ഓക്കൂഡിൽ ചെയ്തൊരു ടേബിളാണ്. ഇതിൻ്റെ ഓരോ കാലിലും ഇതുപോലെ ഓരോ സ്കൾപ്ചറൊക്കെയാണ്. സ്കൾപ്ചർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളൊരു ടേബിളാണ്. ഇതിൻ്റെ താഴെ ഒരു ബോട്ടം സൈഡിൽ വരെ ഇങ്ങനത്തെ ഒരു രണ്ട് കുട്ടികൾ നിൽക്കുന്ന, ഏഞ്ചൽ ബേബീസ് നിൽക്കുന്ന ഒരു സ്കൾപ്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു ഇറ്റാലിയൻ മാർബിൾ വെച്ചിട്ടാണ് ഇത് വരുന്നത്. ഈ ഒരു ടേബിളിൻ്റെ പ്രൈസ് വരുന്നത് 8000 റിയാലാണ്. അതായത് നാട്ടിൽ 1,75,000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ പ്രൈസ് തന്നെ വരുന്നത്. പിന്നെ ഇതുണ്ടല്ലേ, ഒരു ജസ്റ്റ് ഒരു വേസാണ് ഇത്, പ്യുവർ സെറാമിക്. അതിൻ്റെ മുകളിൽ ഈ പക്ഷികളൊക്കെ ബ്രാസാണ്. ഈ പക്ഷികളെ, ഈ ഏഞ്ചലൊക്കെ ബ്രാസിൽ ചെയ്തതാണ്. പിന്നെ ഇതിന് മുകളിൽ ചെയ്തിരിക്കുന്ന ഈ പെയിൻറ്റിങ്ങൊക്കെ ഹാൻഡ് പെയിൻറ്റഡാണ്. അതിന് 1610 റിയാലാണ് വരുന്നത്. അതും വരുന്നുണ്ട് ഏകദേശം 35,000 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ അതുപോലെ ഇതായി തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു വേസ് അല്ല, ഇതൊരു തളിക എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഒരു പെയിൻറ്റിങ് കണ്ടില്ലേ, ഏഞ്ചൽ ബേബീസൊക്കെ ഉള്ള. ഇതും ഹാൻഡ് പെയിൻറ്റഡ് ആണ്. ഇതിന് നാട്ടിൽ ഏകദേശം 50,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. ബ്രാസും സെറാമിക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു സംഭവം. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. ഇതും ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഈ ഒരു ടേബിൾ ഇതും ഓക്കൂഡിൽ ചെയ്തതാണ്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നൊരു ടേബിളാണ്. കണ്ടില്ല, ഇതിൻ്റെ ഓരോ കൊത്തുപണികളും അത്രയും സൂക്ഷ്മമായിട്ടാണ്. ഇതിൻ്റെ കാല്, ഇതിന് വരുന്നുണ്ട് നാട്ടിൽ ഏകദേശം 1,39,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു ടേബിൾ. അതുപോലെ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ച ഈ ഒരു ഫ്ലവർ വേസ് അല്ല, ഇതൊരു കൂജയാണ്. ആക്ച്വലി കൂജ ഇതും ഹാൻഡ് പെയിൻറ്റഡ് ആണ്. ഈ ഒരു സാധനം ഇതും ബ്രാസ്, അതുപോലെ തന്നെ സെറാമിക്, അതിന് മുകളിലാണ് ഈ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഏകദേശം 4,510 റിയാൽ, അതായത് ഇന്ത്യൻ മണിയിലേക്ക് കണക്കാക്കുമ്പോൾ 99,000, 1,00,000 രൂപയോളം അടുത്ത് വരുന്നുണ്ട് ഈ ഒരു ഇത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു മാർബിൾ സ്കൾപ്ചറാണ്. അധികം വലുപ്പമല്ല, ഏകദേശം ഒരു 1.5 ഫീറ്റൊക്കെ വലുപ്പം വരുന്നുള്ളൂ. ഇതിന് വരുന്നുണ്ട് ഏകദേശം നാട്ടിലെ 10,26,000 രൂപയുടെ അടുത്ത് ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ടും ബ്രാസിൽ ചെയ്തൊരു സ്കൾപ്ചറാണിത്. ഇത് നമ്മുടെ നാട്ടിൽ ഏകദേശം 10,000 രൂപയുടെ അടുത്ത് വില വരുന്നൊരു സംഭവമാണിത്. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു സംഭവമാണിത്. ഇവിടെ ഒരു
ഒരു ചെറിയ നമ്മുടെ ഈ റൂമൊക്കെ പാർട്ടീഷൻ കൊടുക്കുമല്ലോ, അതുപോലുള്ളൊരു സംഭവമാണിത്. പക്ഷെ അത്ര അധികം ഹൈറ്റ് ഇല്ല, ഒരു 4.5 ഫീറ്റൊക്കെ ഹൈറ്റ് വരുന്നുള്ളൂ ഈ ഒരു സംഭവം. ഇത് ഒലീവ് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒലീവ് മരത്തിലാണ് ഇതിൻ്റെ ഈ പാളികൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. ഒലീവ് മരത്തിൻ്റെ പാളിയിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്തതാണ് ഇതൊക്കെ. അത്ര വലുപ്പമല്ല, ചെറുതാണ്. പക്ഷെ അതിൻ്റെ വില ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത്. കാരണം ഇവിടെയുള്ള വീടുകളൊക്കെ അത്രയും രാജകീയമായിട്ടുള്ള രീതിയിൽ അലങ്കരിക്കുന്ന വീടുകളാണ്. അപ്പോൾ അവിടെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള വർക്കുകളും അതുപോലെ കാണാൻ ഭംഗിയുള്ളതും. പിന്നെ ഇവർക്ക് വില ഇവിടുത്തെ ആളുകൾക്കൊരു എന്താ പറയുക, അവരതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. അതാണ് ഇവർ പറയുന്നത്. സാധനത്തിൻ്റെ ക്വാളിറ്റി, പെർഫെക്ഷൻ, ഇതൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് നോക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് ഒരു വിക്ടോറിയൻ ശൈലിയിൽ ചെയ്തൊരു ചെയറാണ്. ഇതും ഓക്ക് വുഡാണ്, ഹാൻഡ് മെയ്ഡാണ്. ഒരു പക്ക യൂറോപ്യൻ സ്റ്റൈൽ, ഒരു രാജകീയ പ്രൗഢി കിട്ടുന്നൊരു ചെയറാണ്. സോഫ്റ്റ് കുഷ്യനും ഇതൊക്കെ ആയിട്ട് ഈ ചെയർ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഇതിൻ്റെ വില വരുന്നത്, ഈ ഒരു ചെയർ മാത്രം. അതുപോലെ ഇവിടെ ഒരു വിക്ടോറിയൻ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു സോഫയും അതിനോടനുബന്ധിച്ച 2 ചെയറും ഉണ്ട്. ഇത് പക്ക പഴയ യൂറോപ്യൻ ക്ലാസിക് ശൈലിയിൽ പണി കഴിപ്പിച്ച ഒരു സോഫയാണ്. ഇതിലെ ഓരോ വർക്കും അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്തതാണ്, ഓക്ക് വുഡ് തന്നെ ചെയ്തതാണ്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ നമ്മൾ ചാരുന്ന ഭാഗത്തുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണിത്. അതിന് ചേർന്ന ഒരു ലോങ് റൗണ്ട് പില്ലോ, സൈഡിലുള്ള പില്ലോ, പിന്നെ അതിന് ചേർന്ന 2 സൈഡ് ടേബിൾ. ഇത് സെപ്പറേറ്റ് ആണ്, ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഈ സാധനത്തിന് പ്രൈസ് വരുന്നത് 24,865 റിയാലാണ്. അതായത് ഈ 2 ചെയറും പിന്നെ ഈ ഒരു സോഫയും. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 5.5 ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഈ വലിയ സോഫയ്ക്കും കൂട്ടത്തിലുള്ള 2 ചെറിയ ചെയറിനും വില വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടും പിന്നെ അത്രയും യുണീക്കായിട്ടുള്ള വർക്ക് ആയതുകൊണ്ടാണ്. ഇതൊക്കെ പിന്നെ ഇവർ ഓൺ ഡിമാൻഡിൽ അവരുടെ പ്ലേസിനനുസരിച്ച് ഇതിന് വലിപ്പ വ്യത്യാസമൊക്കെ വരുത്തി ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു തളിക കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രാസും സെറാമിക്കും ചേർന്നിട്ടുള്ളൊരു തളികയാണ്. അതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിലിങ്ങനെ ഒരു 5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ സൈഡിൽ എടുത്ത് നോക്കിയാൽ കാണാം, ഇതാണല്ലേ, ഇതൊക്കെ ബ്രാസിൽ ചെയ്ത വർക്കുകളാണ്. ഇതിന് നാട്ടിലെ ഈ തളികയ്ക്കും ഈ 5 ഗ്ലാസിനും കൂടെ 40,000 രൂപയ്ക്ക് മേലെ കോസ്റ്റ് വരുന്നുണ്ട്. ഈ കാണുന്നത് ഒരു ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു കോർണർ ടേബിൾ പോലുള്ളൊരു സംഭവമാണ്. ഇത് പക്ക ഒരു ആൻറ്റിക് സ്റ്റൈലിൽ നിർമ്മിച്ചൊരു സാധനമാണ്. പക്ഷേ ഇത് മരമൊന്നുമല്ല, ഇത് ഫൈബർ, അതുപോലെ റേസിൻ, അതുപോലെ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇവർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു മരം പോലെ തോന്നുമെങ്കിലും പക്ഷേ മരമല്ല. പക്ഷേ നല്ല രീതിയിൽ ഡ്യൂറബിലിറ്റി ഒക്കെ ഉള്ള സാധനമാണ്. ഇതിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത് വളരെ എന്താ പറയുക, ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം 3,400 റിയാലാണ്. 3,400 റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശമായി 80,000 രൂപയുടെ അടുപ്പിച്ചായി ഇതിൻ്റെ വില വരുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം ഒരു 4 അടിക്ക് മുകളിൽ ഹൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ സ്കൾപ്ചർ ഉണ്ട്. ഒരു ലേഡി ഇങ്ങനെ ഇരിക്കുന്നത്, അതൊരു ഫ്ലവർ വേസാണ്. അത് ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്കൾപ്ചറാണ്. ഇത് ഏകദേശം ഒരു 5.5 ഫീറ്റൊക്കെ ഹൈറ്റ് വരുന്നതാണ്. ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ജിപ്സത്തിലാണ്. പക്ഷേ നമ്മളത് കാണുമ്പോൾ ശരിക്കും ഒരു പ്യുവർ ഒരു മാർബിളിലൊക്കെ ചെയ്തൊരു സ്കൾപ്ചർ പോലെയൊക്കെയാണ്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള ജിപ്സത്തിൽ ചെയ്തതാണ്. ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണത്. പിന്നെ ഇവിടെയൊക്കെ മാർബിള് അതുപോലെ ബ്രാസ് മിക്സ് ചെയ്ത കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് പല പർപ്പസാണ് ഇതിനൊക്കെ.
പിന്നെ നമ്മൾ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ ഒരുപാട് ഇതാണല്ലേ, മാർബിൾ അതുപോലെ സ്റ്റോണിലൊക്കെ ചെയ്ത സംഭവങ്ങളാണ്, ചെറിയ ചെറിയ ബേഡ്സിൻ്റെ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും പെർഫെക്ഷനാണ്, കണ്ടില്ലേ, അത്രയും പെർഫെക്ഷനായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ ചെയ്തത് അത്രയും പെർഫെക്ഷനായിട്ട്. ഈ കാണുന്ന ഒരു ടേബിൾ ലാമ്പാണ്, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ടേബിൾ ലാമ്പാണ്, പക്ഷേ അതിൽ വരെ ഇത്രയും ഒരു ആർട്ട്, അതായത് ഇതൊക്കെ എംബ്രോയിഡറിയാണ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിൾ ലാമ്പിന് ഒരു പ്രൈസ് ഏകദേശം 1600 റിയാലാണ്, അതായത് 36,000 രൂപ ഇന്ത്യൻ മണി, അത്രയും പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെയും കുറേ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ഒരുപാട് സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ അപ്സ്റ്റെയറും ഉണ്ട്, അതിലും കുറേ സാധനങ്ങൾ ഇവരോട് ചെയ്തിട്ടുണ്ട്. പിന്നൊരു സംഭവമാണ് ഇതാണല്ലേ, വുഡിൽ ചെയ്തെടുത്ത ഒരു ചെസ് ബോർഡാണിത്. വുഡിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്താണ് ഇതിലുള്ള ചെസ് ബോർഡിൽ ഓരോ കളികളിലും എന്തോ ഇതിൻ്റെ കഥ പറയുന്ന പോലെ ഒരു പെയിൻറ്റിംഗ് ആണ്. കുറേ സംഭവങ്ങൾ അതിൽ ഒരു സൈഡിൽ ബ്രാസിലാണ് ഇതിൻ്റെ ചെസ്സിലെ കരുക്കളൊക്കെ ഉള്ളത്, ഒരു സൈഡിൽ സിൽവറിൽ. ഇതിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടില്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കാം. നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ പർപ്പസ് ഒക്കെയാണ് ഓരോ സാധനങ്ങൾക്കുള്ളത്. നിസ്സാരമായിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ്, അതുപോലെ വാൾ പെയിൻറ്റിങ്, അങ്ങനെയൊക്കെ ഓരോ പ്രത്യേക അത്രയും എന്താ പറയുക പെർഫെക്ഷൻ ഉള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു പെയിൻറ്റിംഗ് ആണ്, കണ്ടില്ലേ, എൻ്റെ ഒരു വുഡനിൽ ഫ്രെയിം ചെയ്താൽ വുഡനിൽ ബ്രാസ് കൊണ്ട് ചെറുതായിട്ട് അതിന് ബോർഡർ കൊടുത്തിട്ട് അതിലാണ് ഉള്ളിൽ ക്യാൻവാസിൽ ഈ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കൂ. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു മിററും അതിനോട് അനുബന്ധിച്ചുള്ളൊരു സൈഡ് ടേബിളുമാണിത്, കണ്ടില്ലേ, അതിൽ 2-3 ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉള്ളത്. ഇവിടെ ഇങ്ങനെ തുണിയിൽ ഇത് തുന്നലാണ്, സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്തൊരു ഒരു ചിത്രമാണിത്. ഇത് നൂലുകൊണ്ട് ചെയ്തെടുത്തതാണ്, കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കിയെടുത്ത ചിത്രമാണ്. വളരെ അതിഗംഭീരമായിട്ടുള്ളൊരു നിർമ്മിതിയാണിത്. അത്യാവശ്യം വലുപ്പമുണ്ട്, ഒരു 5 ഫീറ്റ് ലെങ്ത്തും ഉണ്ട്, ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 3 ഫീറ്റ് വിടുത്തുള്ളൊരു ഗംഭീര പെയിൻറ്റിംഗ് ആണിത്. ബ്രാസിൽ ചെയ്തെടുത്തൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ്, ക്യാൻഡിൽ ഹോൾഡറാണ്. ഒരു പെൺകുട്ടി 2 കൈ ഉയർത്തി നിൽക്കുന്ന പോലെ. ഇതിനും ഏകദേശം 1610 റിയാൽ വരുന്നത്, അതായത് നാട്ടിലെ ഏകദേശം 35,000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ ഐറ്റംസൊക്കെ ഒരു യൂറോപ്യൻ ടച്ച് വരുന്ന സാധനങ്ങളാണ്, യൂറോപ്യൻ വിൻറ്റേജ് ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ്. അതായത് പഴയ ക്ലാസിക് കൊട്ടാരങ്ങളൊക്കെ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്ത സാധനങ്ങളാണ്. പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ അറബ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ വലിയ വലിയ കൊട്ടാര സദൃശ്യമായ വീടുകളാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ അലങ്കരിക്കാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനൊരു സോഫയും അതിനോട് ഒപ്പം 2 സിംഗിൾ ചെയർസും ഉണ്ട്. ഇതിൻ്റെ വർക്കും ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. അതായത് ഇതിൻ്റെ ഈ ഇരിക്കുന്ന ഭാഗത്തെയും ചാരുന്ന ഭാഗത്തെയൊക്കെ ചിത്രങ്ങൾ കൈകൊണ്ട് തുണിയിൽ സൂചി നൂലുപയോഗിച്ച് തുന്നി എടുത്തതാണ്. പക്ക ഒരു വിൻറ്റേജ് ടച്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്ക് വുഡിൽ ചെയ്തതാണ് ഈ ഒരു ചെയർ, അതുപോലെ ഈ ഒരു ലോങ് ചെയർ, അതിനോടൊപ്പമുള്ള ഇവിടെ ഈ ഒരു ലോങ് ചെയർ. ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം 20,700 റിയാലാണ് ഇവരിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ 4.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. ഈ കാണുന്ന 3 ലെയറുള്ള ഒരു എന്തെന്ന് പറയുക, നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ഫ്രൂട്ട്സ് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബാസ്ക്കറ്റ്. ഇത് സെറാമിക്കും ബ്രാസിലും ചെയ്തതാണ്, ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്. ഇതിലെ പെയിൻറ്റിങ്സും ഒക്കെ. ഈ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2,300 റിയാലാണ്. അതായത് നമ്മുടെ നാട്ടിൽ 50,000 രൂപയ്ക്ക് മുകളിലായി. അതുപോലെ ഇതും ഒരു ഭരണിയാണ്, നല്ല ഭംഗിയുള്ളൊരു ഭരണി. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ
എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം അത്ര തന്നെ. ഇതുണ്ടല്ലേ ഒരു നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഭരണി. ഇതിന് ഏകദേശം 1000 റിയാലിൻ്റെ അടുത്ത്, നാട്ടിലെ 22,000 രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു സാധനം. ഇവിടുത്തെ വീടുകളെന്ന് പറയുമ്പോൾ അതായത് മെയിൻലി അറബ്സിൻ്റെ വീടുകൾ തന്നെ ഓരോ കൊട്ടാരം പോലത്തെ വലിയ വീടുകളാണ്. അപ്പോൾ അവർക്കത് ആ രീതിയിൽ അവർ ഡെക്കോർ ചെയ്യാനും ഇൻറ്റീരിയർ ചെയ്യാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവർ ഇതുപോലെ വില കൂടിയ എന്താ പറയുക ഡ്യൂറബിലിറ്റി ഉള്ള ഒരുപാട് പെർഫെക്ഷനുള്ള എന്താ പറയുക യുണീക്കായിട്ടുള്ള സാധനങ്ങൾ തേടി നടക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ക്ലയൻസൊക്കെ കൂടുതലും അറബ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഇത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.